ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലോട്ട് വീണ്ടും സ്വാഗതം. എന്താണ്, സുഖമാണോ എല്ലാവർക്കും? ഇന്ന് വൈകുന്നേരമായിരുന്നു എനിക്ക് വർക്ക്. അപ്പം ഞാൻ വൈകിട്ട് വർക്കിന് പോയപ്പോൾ നല്ല മഴയായി. നമ്മുടെ ടൗണിൽ പുണ്ണൂരൊക്കെ ഭയങ്കര മഴയായിട്ട് ഞാനാകെ പേടിച്ചു പോയി. മഴയത്ത് ഞാൻ ഇനി എങ്ങനെ അവിടെ വരെ ചെല്ലും, വർക്കിന് പോകും എന്നൊക്കെ ഓർത്ത് ഞാനാകെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണും പോയതുകൊണ്ട്, ഇത് അച്ചാച്ചൻ്റെ ഫോണാണ്, ഞാൻ എൻ്റെ ഫോൺ കൊണ്ടുവന്നില്ല. അച്ചാച്ചനോട് പറഞ്ഞു ഫോൺ ശരിയാക്കാൻ കൊടുക്കണേ, കടയിൽ കൊടുക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അച്ചാച്ചൻ്റെ ഫോണും കൊണ്ടാണ് വന്നത്. കൊടുക്കുമ്പോൾ എന്നെ വിളിച്ച് പറയണേ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനവിടെ നിൽക്കുക. വണ്ടിയൊന്നുമില്ല, പിള്ളേരൊക്കെ മഴ നനഞ്ഞ് പോകുന്നുണ്ടിട്ട് എനിക്ക് ആകെ വിഷമം തോന്നി. അത് മാത്രമല്ല, പെട്ടെന്ന് ഈ കാലാവസ്ഥ ഇങ്ങനെ ഇരുണ്ട് കൂടി വന്നപ്പോൾ ഞാൻ ആകെ പേടിച്ചു. ദൈവമേ, ഇനി ഉടനെ ഒരു മഴ വരുന്നുണ്ടല്ലോ, എന്ത് ചെയ്യും? അതിന് മുമ്പിട്ട് എനിക്കവിടെ ക്ലിനിക്കിൽ എത്തണമല്ലോ, വർക്കും ഉണ്ട് എന്നും പറഞ്ഞ് ഞാൻ ആകെ പേടിച്ച് ടെൻഷനായിട്ട് നിൽക്കുകയാണ്. നല്ല മഴയും കോളുമായിരുന്നു. കുറേ നേരം, ഒരു 10-15 മിനിറ്റ് നിന്നതിന് ശേഷമാണ് എനിക്ക് വണ്ടി വന്നത്. ബസ്സിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങി. വർക്കെല്ലാം കഴിഞ്ഞ് നേരെ വന്നപ്പം ഫോണ് കൊടുത്തപ്പോൾ തന്നെ അവർ പറയുന്നത് 2 മണിക്കൂറാവുമെന്നാണ്. 2 മണിക്കൂറിന് എന്ത് ചെയ്യും? വീട്ടിൽ പോയിട്ടാണെങ്കിൽ വരാനും പറ്റത്തില്ല. ആകെ ക്ഷീണിച്ച് തളർന്നിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് അപ്പുറത്തോട്ട് ചെമ്മന്തൂരോട്ട് പോയി. ഇതുപോലെ ലവ് ബേർഡ്സിനെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. കൊള്ളാം, വലിയ കുഴപ്പമില്ല. പക്ഷേ റേറ്റാണ് ഇച്ചിരി. ഇത് ഒരു ലവ് ബേർഡ്സിനും സെറ്റ് ലവ് ബേർഡ്സിനും കൂടിനും കൂടെ ആകുമ്പോൾ 10,000-ൻ്റെ അകത്ത് നിൽക്കും. ഞങ്ങൾക്ക് നേരത്തെ ഇതുപോലെ ലവ് ബേർഡ്സും കൂടും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞു പൂച്ചകൾ കയറിയിട്ട് നിങ്ങളെ പിടിച്ചിട്ട് വല്ലാണ്ട് ശല്യം ചെയ്ത് നിങ്ങൾ അതിൽ തന്നെ കിടന്ന് നമ്മളെവിടെയെങ്കിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് മൂന്നല്ല കുറേ ഉണ്ടായിരുന്നത്. ഇതുപോലെ ഓരോ തവണ മരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആകെ വിഷമമായിട്ടാണ് ഞങ്ങൾ പിന്നെ വാങ്ങിക്കഴിഞ്ഞത്. പക്ഷേ ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധയോടെ നോക്കി വളർത്തി ഇതാക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കാണെങ്കിൽ വലിയ ഇഷ്ടം. ഇവരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തീറ്റ കൊടുക്കാനും നോക്കാനും എല്ലാത്തിനും വളരെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ അടുത്തോടെ വന്നപ്പോൾ എൻ്റെ കയ്യിലോടൊക്കെ വന്ന് കൊത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോയിലിൻ്റെ കൈക്കൊരു കൊത്തു കണ്ടപ്പോൾ പിന്നെ ജോയിൽ കൈ കൊണ്ട് ഇട്ടതേയില്ല. ജോയിൽ പേടിച്ച് പോയി. ഞാൻ പക്ഷേ കൈ ഇട്ട് കൊടുത്ത് എൻ്റെ കയ്യിലൊക്കെ കൊത്തി. തീറ്റ ഉണ്ടോ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കൊത്തുന്നതായിരിക്കും. പക്ഷെ അങ്ങനെ വേദനയൊന്നും എടുക്കത്തില്ല. എനിക്കാണെങ്കിൽ വലിയ ഇഷ്ടമാണ് ഇങ്ങനെയുള്ളതിനൊക്കെ. നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു വീട്ടിലൊരു ആവി അനക്കും ആളും പേരും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതിനൊക്കെ കഴിയും ഇങ്ങനെ ഇവരുണ്ടെങ്കിൽ. അതിനുശേഷം ഞങ്ങൾ വന്നിട്ട് താണ്ട ഫോണിൻ്റെ കടയിൽ വന്നിരിക്കുക പോസ്റ്റായിട്ട്. അത്രയും ഞങ്ങളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ഒന്നര മണിക്കൂർ ബാലൻസ് ഉണ്ട്. 1.5 മണിക്കൂറില്ല, ഇച്ചിരി മണിക്കൂറും ഉണ്ടായിരുന്നു. അന്നേരം ഞങ്ങളിവിടെ നിന്ന് എനിക്കാണെങ്കിൽ ഉറക്കം വന്ന് തൂങ്ങിയിട്ട് ഇരുന്നിരുന്ന് ഉറങ്ങിയാണ്. ഈ പെണ്ണ് സമ്മതിക്കുന്നില്ല. ഇവള് ഭയങ്കര വഴക്ക്. ഇവിടെ കിടന്നോ, ഇവൾക്ക് ഉറങ്ങാൻ ഇതും എല്ലാവരും നല്ല ക്ഷീണമായിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറങ്ങാൻ മുട്ടി നിൽക്കുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ സമയം അങ്ങനെ പോയി. തമ്പുരാനെ, ഇതെന്തോ ചെയ്യണം. അന്നേരം ഞാൻ പറഞ്ഞ് നമുക്ക് രാവിലെ അങ്ങ് ഫോൺ കൊടുത്താൽ മതിയായിരുന്നു. ഈ വൈകുന്നേരം ആണെങ്കിൽ ഇത്രയും സമയം പോകുന്നു. അപ്പോഴത്തേനും ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏതാണ്ട് 9 മണിയൊക്കെ ആയിരുന്നു. അത്രയും സമയം എടുത്തത് ശരിയാക്കി. പിന്നെ അവിടെ നിന്ന് വെറുതെ ഇരുന്നപ്പോൾ ഒരു തമാശയ്ക്ക് ഒരു രീതിക്ക് ഒരു വീഡിയോസ് എടുത്തതാണ്. വണ്ടി പോകുന്നതിൻ്റെയും ബസ് പോകുന്നതിൻ്റെ. കുഞ്ഞിന് നല്ല വഴക്കായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും. പിന്നെ ഞാനും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും തിരിഞ്ഞും എടുത്തുകൊണ്ട് നടന്ന്. പിന്നെ നമ്മൾ ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ ഒത്തിരി നേരമൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല. കാരണം അവർ നല്ല വഴക്കുണ്ടാക്കും. അപ്പം അവർക്കും ഒരുപാട് നേരം പോയാലും ഒരിടത്ത് പോയി മാറി പുറത്ത് അങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല. കുഞ്ഞും ഉറങ്ങാൻ കിടന്ന് നല്ല വഴക്ക്. വീട്ടിലായിരിക്കുമ്പോൾ ചിലപ്പോൾ 9:30-ക്കൊക്കെ ഉറങ്ങുന്നത്. പക്ഷേ ഇത് ഇന്നലെ ഉറക്കമൊന്നും കൊണ്ട് ശരിയാവാത്തതുകൊണ്ട് ഞാനപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേന് ആ ബസ്സിൽ വരുന്ന കണ്ടക്ടർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ടൊന്നും മൈൻഡ് ചെയ്യാതെ വീഡിയോസ് തന്നെ എടുത്ത് അങ്ങനെ വീട്ടിൽ വന്ന് അതിന് മുമ്പിട്ട് തന്നെ ഫോണും കിട്ടി. ഫോണും താണ്ട് ഇങ്ങനെ ആയിരുന്നു. അവർ പറഞ്ഞു 2 മണിക്കൂറിനകത്ത് റബ്ബർ ബാൻഡ് മാറ്റില്ലേ എന്ന് പറഞ്ഞ്. ഞാൻ മാറ്റിയില്ല. അപ്പം ഇന്ന് എനിക്ക് രാവിലെ ആയിരുന്നു വർക്ക്. ഞാനിന്ന് രാവിലെ വീണ്ടും വർക്കിന് പോയി. നല്ല ക്ഷീണമുണ്ട്. ഉറക്കമൊന്നും അങ്ങോട്ട് ഓക്കെ ആയില്ല. ഇന്ന് എണീറ്റപ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബസ് കിട്ടി. എൻ്റെ ഭാഗ്യത്തിന് വേഗം പോയി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത്. 2 പേരുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങ് പോരായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് ഇങ്ങ് വന്നിരുന്നിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടി ജീപ്പിനകത്ത് ഇരിക്കാനായിരുന്നു കുറച്ച് സമയം എടുത്തത്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ടാറ്റാ ബൈ ബൈ, സി യു. എല്ലാവരും സുഖമായി സേഫായിരിക്കുന്നു വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ജീപ്പ് വന്നിരുന്നപ്പോൾ അവിടുത്തെ ചേച്ചിമാർ ഒടുക്കത്തെ ഡയലോഗ് അടിയും. ഓക്കെ, ടാറ്റാ.